ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അതിൽ www.sysonline.in എന്ന് എഴുതി കൊടുക്കുക. അത് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ വലതുഭാഗത്ത് മുകളിൽ മെനു എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ ലോഗിൻ എന്ന് കാണിക്കും. ഹോം, കോണ്ടാക്റ്റ്, എബൌട്ട് SYSൻ്റെ താഴെ ലോഗിൻ. ആ ലോഗിൻ എന്നത് അമർത്തി കൊടുക്കുക. അമർത്തിയ ശേഷം വരുന്ന കള്ളിയിൽ ആദ്യത്തെ കള്ളിയിൽ യൂസർ നെയിമും പിന്നെ പാസ്വേഡും കൊടുക്കുക. ഇവിടെ ഞാൻ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുകയാണ്. അത് കൊടുത്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമുക്ക് പിന്നീട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ ദഅവ എന്നുള്ളതാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ദഅവ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. എക്സാം സെൻറ്റർ ചോദിക്കും. എക്സാം സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ആഡ് ടു സെൻറ്റർ എന്നുള്ളത് താഴെ നോക്കിയാൽ ഇതിൽ എക്സാം സെൻറ്റർ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയാണ് കാണിക്കുക. എന്നിട്ട് അവിടെ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് സേവ് അടിക്കുക. അവിടെ സെൻറ്റർ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ കഴിയില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊടുത്ത് സേവ് ചെയ്താൽ മതി. അതോടെ നമുക്ക് സെൻറ്റർ റെഡിയായി കഴിഞ്ഞാൽ വീണ്ടും പിന്നിലേക്ക് തന്നെ വന്ന് നമ്മുടെ കിതാബ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഞാനിവിടെ തെന്മിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. തെന്മിയ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ സെൻറ്റർ ചോദിക്കും. അവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത സെൻറ്റർ പേര് അവിടെ കാണിക്കും. അതടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ കാണാം. വ്യൂ സ്റ്റുഡൻറ്റും കാണാം, ആഡ് സ്റ്റുഡൻറ്റും. ആഡ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതില്ല. താഴോട്ട് നെയിം, ഫാദറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ നെയിം കൊടുക്കണം, ഹൗസ് നെയിം, പിന്നെ മൊബൈൽ നമ്പറും കൊടുത്തു. എന്നിട്ട് സേവ് കൊടുക്കുക. അതോടെ അത് സേവായി കഴിഞ്ഞു. നമുക്ക് വേണേൽ താഴെ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. നേരത്തെ ഒരാളത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ രണ്ടാമത്തെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കിലേക്ക് തന്നെ വന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് കാണാം താഴെ. അതിലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓൺലൈൻ പേയ്മെൻറ്റ് എടുത്താൽ പേ ഡീറ്റെയിൽസ് ചോദിക്കും. അവിടെ ആരുടെ കാർഡിൽ നിന്നാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ല, ആരുടെ കാർഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ എൻ്റെ കാർഡിൽ നിന്നാണ് ഞാൻ പൈസ അടിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരും ഫോൺ നമ്പറും കൊടുത്തു. എന്നിട്ട് പേ ഓൺലൈൻ എന്ന് അടിച്ചു. പക്ഷേ അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം തെതുക്കിറയാണ് മുകളിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പൈസ അടിക്കേണ്ട തെന്മിയെ കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എറർ മെസ്സേജ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ തെതുക്കിറ എന്നുള്ളത് മാറ്റിയിട്ട് തെന്മിയയിലേക്ക് സെലക്ട് ചെയ്യണം. ഞാനിവിടെ രണ്ടാമത്തെ ആളുടെ പേരാണല്ലോ പൈസ അടിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാം. ഇനി മൊത്തമായിട്ട് പൈസ അടിക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ കള്ളിയിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മുഴുവൻ ആളുടെയും പേയ്മെൻറ്റ് ഒന്നിച്ച് നമുക്ക് അടിക്കാൻ കഴിയും. ഇവിടെ രണ്ടാമത്തെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം താഴെ പേ ഓൺലൈൻ എന്ന് കണ്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈസ അടിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ചോദിക്കും, കണ്ടിന്യൂ ടു പേയ്മെൻറ്റ്, കണ്ടിന്യൂ ചെയ്യല്ലേ ചോദിക്കും. അപ്പോൾ രണ്ടാമത് അവിടെ ഒന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എൻ്റെ ഡീറ്റെയിൽസാണ്, കാർഡിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുക. ചെക്കൗട്ട് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഏത് രൂപത്തിലുള്ള എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്? സ്മാർട്ട് ചെക്കൗട്ടാണോ, കാർഡ്സ് ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, UPI ആണോ, നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് അതനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ATM കാർഡുണ്ട്, അതനുസരിച്ച് ഞാൻ ചെയ്യാണ്. ATM കാർഡിൻ്റെ മുകളിലുള്ള നെയിം കാർഡ് കൊടുക്കണം. പിന്നെ അതുപോലെ കാർഡ് നമ്പർ കൊടുക്കണം, അല്ല വർഷങ്ങൾ കൊടുക്കണം. പിന്നെ CVV കോഡ് കൊടുക്കണം. മൊബൈൽ നമ്പറും ഇമെയിൽ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ കാർഡിൻ്റെ മുകളിലുണ്ടാവും. ഇമെയിൽ ഇല്ലാത്തതൊക്കെ നമ്മുടെ കാർഡിൻ്റെ മുകളിലുണ്ടാവും. അത് നോക്കി അങ്ങ് ചെയ്താൽ മതി. അതിനുശേഷം അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ പേ എന്നത് ക്ലിക്ക് ചെയ്യണം. അവിടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. എൻ്റെ എല്ലാ നമ്പർ പേര് കൊടുത്തു, മറ്റു കാർഡ് നമ്പറും കൊടുത്തു, CVI നമ്പർ കൊടുത്തു. അതൊരു കോഡാണ്, നമ്മുടെ കാർഡിൻ്റെ മുകളിലുണ്ടാവും 3 അക്കം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പേ ചെയ്താൽ നമുക്കൊരു OTP ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ OTP ഇതിൽ മെസ്സേജായിട്ട് വരും. ആ മെസ്സേജ് വരുന്ന OTP എടുത്തിട്ട് ഈ സ്ഥലത്ത് എഴുതി കൊടുക്കുക. എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പൈസ അടിച്ചു കഴിഞ്ഞു. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഫെയിലായിട്ടാണ് കാണിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ബാക്കിലേക്ക് വന്ന് നമ്മളൊന്നും പരിശോധിച്ച് നോക്കിയാൽ കാണാം. അവിടെ തെന്മിയ എന്നുള്ളതെടുത്ത് നമ്മൾ പൈസ അടിച്ച
ആ വിദ്യാർത്ഥിയുടെ പേര് നേരത്തെ വന്ന പോലെ നമ്മളെടുത്ത് സെലക്ട് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അവസാനത്തിൽ രജിസ്റ്റേർഡ് എന്ന് എഴുതിയത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതേസമയം നേരെ മുകളിലുള്ളത് പെൻഡിങ് ആണ്, പൈസ അടയ്ക്കാത്തത് കൊണ്ടാണ്. പൈസ അടച്ചാൽ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് കാണിക്കുക. എല്ലാവരും ഇതുപോലെ ചെയ്യുക.